ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ബിസി ആയിട്ടുള്ള ഡേ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ക്രാഫ്റ്റ് റിലേറ്റഡ് ഒന്നും കാര്യങ്ങളും പറയുന്നില്ല, അല്ലാത്ത എൻ്റെ ഒരു ലൈഫാണ് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. രാവിലെ മോർണിംഗ് ഒരു 6:30-7 മണി ആ ടൈമിലാണ് കേട്ടോ ഞാൻ എന്നും എഴുന്നേൽക്കാറ്. ഇപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് അത്രയും നേരത്തെങ്കിലും എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു 9 മണി 9:30 ഫുഡ് കഴിക്കുന്ന ടൈമിലാട്ടോ എണീക്കാറ്. അപ്പോൾ രാവിലെ തന്നെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഐസ് ക്യൂബ് കേട്ടോ. ഐസ് ക്യൂബ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഫേസിൽ വർക്കാവുന്നതും പെട്ടെന്ന് അബ്സോർബ് ആവുന്നതും നല്ല ഫേസ് നല്ല ടൈറ്റൺ ആവണ പോലെ, ഇങ്ങനെ ലൂസായിട്ട് എടുക്കുന്ന ഫേസൊക്കെ ആണെങ്കിൽ അത് ടൈറ്റൺ ചെയ്യണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. രാവിലെ തന്നെയുള്ള മുഖത്ത് പഫിനെസ്സും അണ്ടർ ഐ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഫോൺ അതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, നന്നായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കാം. എനിക്കിത് വർക്കായിട്ടുണ്ട്. ചിലവർക്കിത് ഐസ് ബേൺ ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. എനിക്കിത് വർക്കായതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്ത് കേട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഹിമാലയയുടെ ബേബി ലോഷൻ ക്രീമാണ് ഞാൻ ഫേസിൽ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതെനിക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ മോമോക്ക് വാങ്ങിച്ചതിന് ശേഷം മോമോക്കും എനിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഫേസിലേക്ക് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഹിമാലയയുടെ ഈ ക്രീം കേട്ടോ. അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ബേബീസിൻ്റെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വർക്കൗട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ജനലൊക്കെ തുറന്ന്, എനിക്ക് നല്ല വെട്ടവും വെളിച്ചം റൂമിലേക്ക് കയറിയാൽ മാത്രമേ പഠിക്കാനായാലും എന്തിനായാലും നല്ല മൂഡ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നീറ്റായിട്ട് കിടന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര മൂടിയായി പോകും, മടിച്ച് അവിടെ എവിടെയെങ്കിലും ഫോണിൽ കുത്തി കിടക്കുക, ആ ഒരു മൂഡായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ജനൽ തുറന്നിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ജനൽ തുറന്നിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് രാവിലെ തന്നെയുള്ള ചായയോടെ ഒന്ന് നിർത്തി വന്നിട്ടുണ്ട്, കാരണം അതത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പതിയെ സ്റ്റോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ പോവാണ്. അതിന് മുമ്പാണ് ഞാൻ തലേ ദിവസം ഇങ്ങനെ ഒരു വീക്കിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീക്കിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെ തോന്നിയ കാര്യങ്ങൾ കുറച്ച് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക, ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഡേ ഞാൻ ഒന്ന് ടു ഡു ലിസ്റ്റ് ചെയ്യുകയാണ്. തലേ ദിവസം എഴുതാറാണ് പതിവ്, പക്ഷേ ഇത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇരുന്ന് എഴുതാണ്. തലേ ദിവസം ആകുമ്പോൾ നമുക്ക് നാളെ ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ, അതിനപ്പോൾ അതുകൊണ്ട് തലേ ദിവസം നോട്ട് ചെയ്ത് വെക്കും. പക്ഷേ ഇന്ന് ഞാൻ അത് എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് മോർണിംഗ് ഇരുന്ന് ടു ഡു ലിസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ടിക്ക് മാർക്ക് ഇടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങളതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എഴുതാനും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു നോട്ട്ബുക്ക് എടുക്കുക, ഡെയിലി ടു ഡു ലിസ്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും റൂം ക്ലീനിങ് ആയാലും വാഷിംഗ് ആയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇരിക്കാൻ മടിയില്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോമോനെ നോക്കുന്നുണ്ട് കേട്ടോ. മോമോ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പഠിക്കാനുള്ള നോട്ട്സൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് മാത്രം മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഞാൻ മാത്രം വേറൊരു നോട്ട്ബുക്കിലേക്ക് എഴുതാം. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് നോട്ടിലേക്ക് എഴുതിയിട്ട് എഴുതുക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കുറേ വലിച്ചു വാരി ഇങ്ങനെ എഴുതിയിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നല്ല മടിയുണ്ടാവും. എനിക്ക് നല്ല മടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കാറില്ല. ടെക്സ്റ്റ് ബുക്ക് നോക്കി അല്ലെങ്കിൽ ഗൂഗിളൊക്കെ റെഫർ ചെയ്ത് ChatGPT അതൊക്കെ റെഫർ ചെയ്തിട്ട് നോട്ടിലേക്ക് എഴുതി വെച്ചിട്ട് അതിരുന്ന് പഠിക്കാറാണ് കേട്ടോ. അപ്പോൾ പഠിത്തമൊക്കെ രാവിലത്തെ ആ ഒരു റുട്ടീൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ രാവിലെ വരെയുള്ള ആ ഒരു പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. റൂം ക്ലീൻ ചെയ്തിട്ട് മോമോ ഉറങ്ങണതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അത് ചെയ്യാൻ പറ്റാറില്ല. മോമോ എല്ലാവരും എണീറ്റ് പോയിട്ടാണ് ഞാൻ അത് ചെയ്യാറ്. അപ്പോൾ ബെഡൊക്കെ നീറ്റാക്കി വിരിച്ചിട്ടുണ്ട്. അതിന് ശേഷം വേണം കേട്ടോ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കാനിരിക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് മന്ത് എക്സാം വരുന്നത്, ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പോൾ നല്ലൊരു ചൂടിലിരുന്ന് പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ക്രാഫ്റ്റിൻ്റെ ഓർഡേഴ്സ് ഇപ്പോൾ അധികം എടുക്കാറില്ല. 1-2 വരുന്നെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അധികം ആകുമ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്നാണ് പറയാറ്. 2 മാസത്തേക്ക് ഞാൻ ബ്രേക്ക് എടുത്തേക്കാണ്. ഒരു ജൂലൈ വരെ എനിക്ക് എക്സാം ഉണ്ടാവും. അപ്പോൾ ജൂൺ ജൂലൈ അതൊന്ന് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ എത്ര പഠിക്കണം എന്ന് മാർക്ക് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫോൺ ഷൂട്ട് ചെയ്യാനെടുത്ത് വേണം മറ്റേ ഫോണിലേക്ക് ഇട്ടിട്ട് അതിൽ വെച്ചിട്ടാണ് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണതുകൊണ്ട് തന്നെ ഫോണിൻ്റെ യൂസിങ് കുറച്ച് കുറയുന്നുണ്ട്. പിന്നെ ഈ ഫോണിലാകുമ്പോൾ അധികം എൻ്റെ കാര്യങ്ങളൊന്നും ഇതിലില്ലാത്തതുകൊണ്ട് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. നമ്മൾ വേറെ ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഒന്നും നോക്കൂലല്ലോ.
അപ്പോൾ അതും കാര്യങ്ങളും നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അബായി ആണ് ഇട്ടേക്കുന്നത്. അബായി ആകുമ്പോൾ നമുക്ക് സുഖമാണ്, പെട്ടെന്ന് റെഡി ആവാമല്ലോ. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ടപ്പോൾ ഒരാൾ എൻ്റെ കൂടെ എന്നെ ആക്കാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും സൺസ്ക്രീൻ ഇടുന്നതാണ് കാണുന്നത്. അപ്പോൾ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് ആൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ അബായി കിട്ട് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒറ്റക്കായിരുന്നു കേട്ടോ ഡ്രൈവിംഗ് ക്ലാസ്സിനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അധികം നല്ലോണം ഓടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വാപ്പി ആലുവയിൽ എന്നെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ആ ചേട്ടൻ എന്നെ കുറേ സ്ഥലത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പിയായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ പിന്നെ ഡ്രൈവിങ് കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആകെ ബിസി ചെറുപറയായിപ്പോൾ. ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഡ്രൈവിംഗ് ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് മൂത്താപ്പ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂത്താപ്പ കഴിച്ചപ്പോൾ വാങ്ങിച്ചിട്ടെന്താണ്. പിന്നെ ഞാൻ മഗ്‌രിബ് കഴിഞ്ഞിട്ട് പിന്നെ അധികം ഒന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതിനുശേഷം നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ പഠിക്കാനിരിക്കുന്നത്. കാരണം ഞാനിങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കിടക്കുന്നതിന് മുമ്പ് ചെയ്യരുത്, 2 ഹവറിന് മുമ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നൈറ്റ് എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു, ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, ലൈറ്റ് ഇച്ചിരി ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പഠിക്കാൻ ഓർത്തു. ഇന്നെന്തോ ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നേരം എടുത്ത് പഠിക്കാൻ ഓർത്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ പുതിയ സബ്ജക്റ്റിലേക്ക് കടന്നിട്ട് അപ്പോൾ ആ സബ്ജക്റ്റിലെ മാർക്കും നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവില്ലല്ലോ. രാത്രി പഠിക്കുന്ന പൊതുവെ ഉറക്കം വരുന്നതായതുകൊണ്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വേഗം നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എന്തൊക്കെയാണ് നാളെ പഠിക്കേണ്ടത്, അതൊക്കെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതൊക്കെ യൂട്യൂബ് ചാനലിൽ നോക്കി ഇമ്പോർട്ടൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ടു ഡു ലിസ്റ്റ് ചെയ്താന്ന് ഓർത്തു. പിറ്റേ ദിവസത്തേക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ തലേ ദിവസം എഴുതി വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യുന്നില്ല, കുറച്ച് അധികം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുകയാണിപ്പോൾ. അപ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതാണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യണ കാര്യങ്ങളും അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് പോകാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കുറച്ച് പ്രൊഡക്റ്റീവായിട്ടൊരു ഡേ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് ആകുമ്പോഴേക്കും നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും. അതേപോലെ നമ്മുടെ ഡേ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കോളേജിൽ എക്സാംസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡേ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. ആ ഓരോ ടൈമിൽ നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു ഡേയിൽ നമ്മൾ ആ ഒരു ടു ഡു ലിസ്റ്റും കാര്യങ്ങളും നല്ല ഓർഡറിലായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേ ഭയങ്കര പ്രൊഡക്റ്റീവും ഭയങ്കര പോസിറ്റീവ് വൈബും തരുന്നൊരു ഡേ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ടു ഡു ലിസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തലേന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പിറ്റേ ദിവസം പഠിക്കുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേയിലെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ, ടേക്ക് കെയർ.